പ്രകാശ് കുട്ടൻ ശാസ്താംകോട്ട അല്ലേ? ഞാൻ ഇത് കണ്ടു, നാടൻ പാട്ടിന്റെ കുലപതി. കുലപതി എന്നൊക്കെ പറയാൻ, അതങ്ങനെ പറയാൻ നമ്മുടെ ഇപ്പൊ ഈ പ്രദേശത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജക്കുട്ട സാറേ ഉള്ളൂ. സാറിനെ അങ്ങനെ പറയാൻ പറ്റൂ? എന്റെ അഭിപ്രായമാണ്. എന്റെ പുള്ളിയൊക്കെ പിറകെ വന്ന ഒരാളെന്ന്. അല്ല, എന്നാലും ജനങ്ങൾ ചാർത്തി തന്ന ഒരു ശ്രീജക്കുട്ട സാറിന്റെ ശിഷ്യനായിരുന്നു PS ബാനർജി. PS ബാനർജി എന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. എന്റെ കൂടെ തുടങ്ങി വെച്ചാണ് സാറ്. പിന്നെ PS ബാനർജി പിന്നെ കൊണ്ടുപോയത് സാറാണ്. ഓക്കെ. അപ്പം ഈ നാടൻ പാട്ടിലേക്ക് വരാനുണ്ടായ സാഹചര്യവും തുടർന്ന് അങ്ങോട്ടുള്ള സബരിയും ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. നാടൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ അഹമ്മദ് മുസ്ലിം ഇക്ക എന്ന് പറയുന്ന ഒരു നാടകാചാര്യൻ ഉണ്ടായിരുന്നു. നാടകാചാര്യൻ വന്നിരുന്നു. കാര്യം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ വിദ്യാർത്ഥികളെ നാടകം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. അദ്ദേഹം അന്ന് കൊണ്ടുവന്ന ഒ വി വിജയൻ സാറിന്റെ കടൽ തീർത്ത് എന്ന് പറയുന്ന ചെറുകഥ നാടകമാക്കി നാടകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, മത്സര നാടകമായിട്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റി യൂണിയന്റെ മത്സര നാടകമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടമ്പനാട് ജോസ് അഥവാ തട്ടേക്കാട് ജോസ് എന്ന് വിളിക്കുന്ന ഒരു ജോസേട്ടനെ കൊണ്ടുവരുന്നത് ഞങ്ങളെ നാടൻ പാട്ട്. കാര്യം അദ്ദേഹം ചെയ്തിരിക്കുന്ന നാടകത്തിന്റെ പിന്നരങ്ങിൽ എപ്പോഴും വേണ്ട ബാക്ക്ഡ്രോപ്പ് മ്യൂസിക്കായിട്ട് വേണ്ടതെല്ലാം നാടൻ പാട്ടുകളാണ്. അപ്പോൾ നാടൻ പാട്ടുകൾ ഞങ്ങളെ നാടകത്തിൽ അഭിനയിക്കുന്നവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിലെ ഗായക സംഘത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കടമ്പനാട് ജോസേട്ടനെ കൊണ്ടാണ്, തട്ടേക്കാട് ജോസേട്ടനെ കൊണ്ടാണ് വരുന്നത്. ജോസേട്ടൻ വന്ന് ഞങ്ങൾ നാടകം പഠിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ നാടൻ പാട്ട് പഠിക്കുന്നു. അപ്പം നാടകത്തിന്റെ വഴിയിലായി, നാടൻ പാട്ടിന്റെ വഴിയിലായി. അപ്പൊ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന PS ബാനർജിയെ മറ്റു കുട്ടികളെയൊക്കെ ഞാൻ അന്നേരം എന്ത് ചെയ്ത് അപ്പം അവരെയും കൂടെ ഒക്കെ ഈ നാടൻ പാട്ടിന് അതിനു വേണ്ടി കൊടുക്കുക. അങ്ങനെ നാടകത്തിന്റെ വഴിയിലേക്ക് വന്ന് പിന്നെ നാടൻ പാട്ടിന്റെ വഴിയിലേക്ക്. കാര്യം വീട്ടിലെ എൻ്റെ അമ്മ നാടൻ പാട്ട് നന്നായിട്ട് പാടുമായിരുന്നു. അപ്പം അമ്മയ്ക്കിപ്പോൾ സുഖമില്ലാതായി, ഒരവസ്ഥയൊക്കെ ആയി. അപ്പം നാടൻ പാട്ട് പാടുമ്പോൾ കോട്ടയക്കായലിലോളം തള്ളുമ്പോൾ ഓർക്ക് ഞാൻ എന്നെ മാരണേ എന്ന് തുടങ്ങുന്ന ഒരു നാടൻ പാട്ടായിരുന്നു ഞാനന്ന് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ചെന്ന് പാടുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ കൊണ്ട് സ്വാഭാവികമായിട്ടും ഞാനും നാടകക്കാരനും അതോടൊപ്പം തന്നെ നാടൻ പാട്ടുകാരനുമായിട്ട് മാറുന്ന ഒരു അവസ്ഥ വന്നു. ശരി. അപ്പം നാടകത്തിൽ നിന്ന് നാടൻ പാട്ടിലേക്ക് വന്നു. ഇതിനിടയ്ക്കുള്ള ചില കാര്യങ്ങൾ അറിയാനുണ്ട് എങ്കിൽ പോലും ഈ ശാരീരികമായ ഈ ഒരു വയ്യാത്ത അവസ്ഥ, അത് ഈ നമ്മൾ ഈ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എന്ന് വെച്ചാൽ എന്താ, ഈ നമ്മുടെ സമിതിയിലുള്ള 10-15 പേരുണ്ടാവും. 15 പേരുടെയും നടുക്കൂടെ നമ്മൾ നിൽക്കണം. അതോടൊപ്പം തന്നെ കൊണ്ടുപോകുന്ന സെറ്റ് ശരിയാവണം, അവിടെ സൈറ്റിലിരിക്കുന്ന സെറ്റ് ശരിയാവണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ തുടർച്ചയായിട്ട് പ്രോഗ്രാമുകൾ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കക്ഷീണം ഭയങ്കരമായിട്ട് വന്നു. ഇടക്കാലത്ത് അന്നേരം നമ്മുടെ തന്നെ സുഹൃത്താണ് മറ്റു ചേട്ടച്ചാരി എന്നാ പറഞ്ഞത്, തീരെ ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ 2 എണ്ണം കഴിച്ചൊക്കെ കിടക്കാന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടും. അതൊരു നല്ലതാണെന്ന് തോന്നി തുടങ്ങി വെച്ചതാണ്. പിന്നെ അതങ്ങ് കൈ നിൽക്കാത്ത ഒരവസ്ഥ കൂടുതൽ അതിലേക്ക് വരുന്നൊരവസ്ഥ. പിന്നെ ഞാൻ തന്നെ സ്വാഭാവികമായിട്ട് തന്നെ അതങ്ങ് ഒഴിവായി പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അതാണ് സംഭവിച്ചത്. അങ്ങനെ അതോടൊപ്പം തന്നെ ഈ ടെൻഷന്റെ ഏറ്റവും കൂടുതലുള്ള ഒരവസ്ഥ ആയതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പറ്റുന്നത്. ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായി, സ്ട്രോക്കിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ടായി, പക്ഷാഘാതം പിടികിട്ടു. പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. അതിനുശേഷം ഇവിടെ ശാസ്താംകോട്ട ഭരണിക്കാവ് കേന്ദ്രമായിട്ടുള്ള വൈദ്യധർമ്മ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ആയുർവേദ റിസോർട്ടിൽ തന്നെ ചികിത്സിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പിന്നെ ഇവിടെ കമ്പരടി ആയുർവേദ ആശുപത്രി, അവിടെയൊക്കെ ചികിത്സിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ അതുകൊണ്ടാണ് അത്യാവശ്യം എണീറ്റ് കിടക്കാനെങ്കിലും പറ്റിയ ഒരവസ്ഥ. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് നാടകസമിതി, നാടകത്തിൽ നിന്ന് നാടൻ പാട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് സ്റ്റേജുകൾ. അതെ, യൂണിവേഴ്സിറ്റി യൂണിയന്റെ ബെസ്റ്റ് കൊമേഡിയൻ അവാർഡ് കിട്ടിയതാണ്. യൂണിവേഴ്സിറ്റി യൂണിയന്റെ ബെസ്റ്റ്, അതാണ് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡ് എന്ന് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ബെസ്റ്റ് കൊമേഡിയൻ അവാർഡ് നാടകത്തിൽ ലഭിച്ച ഒരു അതുല്യ പ്രതിഭയാണ്. അതിനുശേഷമാണ് ഇറ്റ നാട്ടരങ്ങിന്റെ ഇറ്റ നാട്ടരങ്ങില്ലേ അവരുടെ അവാർഡ്, പിന്നെ കേരള വോക്കൽ അക്കാദമിയുടെ അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് ശരി. അപ്പം നാടൻ പാട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് സ്റ്റേജുകൾ കവർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ട് വന്നു. പിന്നെ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ഇടക്കാലത്ത് ഒരു മദ്യപാനി എന്നുള്ള പേരങ്ങ് വീണായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചെറുതായിട്ടും തൊട്ടാലും മതിയല്ലോ. 60 കഴിച്ചെന്നോ 90 കഴിച്ചെന്നോ അല്ലെങ്കിൽ ഒരു പൈൻ്റ് അടിക്കുമെന്നുള്ളതല്ലോ. പിന്നെ പറഞ്ഞുണ്ടാക്കുന്ന ലിറ്ററിന് കണക്കിനാകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പേരുദോഷം സ്വാഭാവികമായിട്ട് വന്നു. അത് ടീമിനെ ബാധി തുടങ്ങിയപ്പോഴാണ് ഞാൻ തന്നെ ഒഴിവായി തുടങ്ങിയത്.
സ്വാഭാവികമായിട്ടും ഇത് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. പിന്നെ അതുകൊണ്ട് ഇപ്പം എന്തായാലും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെ സുഹൃത്തുക്കൾ, അതിൽ ഏറ്റവും പ്രധാനിയാണ് CR മഹേഷ്. ഒരു ദിവസം CR തന്നെ എന്ന് പറഞ്ഞ് ഇത്തരം സ്വഭാവം കൊണ്ട് നടന്നാൽ നിന്റെ കൂടെ ആരും കാണില്ല, അതുകൊണ്ട് നീ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പൊ ഞാൻ തന്നെ പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഇയാൾ ഈ വൈഫും ശാസ്താംകോട്ട ദേവസ്വം കോളേജിൽ നിന്ന് തന്നെ കിട്ടിയ ആളാണ്. അവിടെ വെച്ച് തന്നെ ഒരു പ്രണയത്തിൻ്റെതായ ഒരു സംഭവത്തിൽ കിട്ടിയതാണ്. അയാൾ എന്തായാലും ഇതുവരെ അതുകൊണ്ട് ആ വഴി കിട്ടിയതായതുകൊണ്ടായിരിക്കും അയാൾ ഇതുവരെ കളഞ്ഞിട്ടില്ല. ആമ്പിള്ളേരാണ് രണ്ടുപേരെയും കൊണ്ട് സ്വാഭാവികമായിട്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നു. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ MLA PC വിശ്വനാഥും സീനിയർ ആയിരുന്നു, ജൂനിയർ ആയിരുന്നു. കാര്യം എന്റെ വൈഫിന്റെ കൂടാണ് ഒരേ കോളേജിൽ പഠിച്ചു എന്നുള്ളവര്. CR അതുപോലെ തന്നെ CR മഹേഷ് പിന്നെ അദ്ദേഹം കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്നെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമില്ലാതായ സമയത്തായാലും CR ആണ് സാമ്പത്തികമായിട്ടായാലും മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തുളിക്കൽസണിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, CRന്റെ കൂടെ എന്റെ പ്രൊമോഷൻ വർക്കിനൊക്കെ നടക്കാറുള്ള ഒരു സുഹൃത്തുണ്ട്. അപ്പൊ അവൻ വഴി അത്യാവശ്യം സാമ്പത്തിക സഹായവും കൊണ്ട് നൽകിയത് CR മഹേഷാണ്. അദ്ദേഹം ആൾക്കാരെ തേടി പിടിക്കുന്നു, കണ്ടെത്തുന്നു അല്ലേ, അതൊരു വലിയ ക്വാളിറ്റിയാണ്. മാത്രമല്ല നാടകക്കാരെ അല്ലെ നാടൻ പാട്ടുകാരെ അദ്ദേഹം ചെണ്ട പഠിച്ച് ചെണ്ട വായനക്കാരനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചേട്ടനാണ് അനിയനാണെന്ന് അറിയാം, മനോജ് എന്ന് പറയുന്നത് നാടകം എഴുത്തുകാരനാണ്. അപ്പൊ അതുകൊണ്ട് കലാകാരന്മാരെ ഭീകരമായിട്ട് ഇഷ്ടമാണ്. എന്നെ പോലുള്ളവരെയൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്ന അദ്ദേഹം. എന്നെ പോലുള്ള ഒരുപാട് പേരെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു കഴിവ് തന്നെയാണത്, അങ്ങനെ ആൾക്കാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഈ നാടൻ പാട്ടിലേക്ക് വന്നപ്പോഴേ പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്ന പാട്ട് ഒരു 2 വരി. താരകപ്പെണ്ണാളെ, അതായത് അത് വേറൊന്നും കൊണ്ടല്ല, അത് വേറെ കൊണ്ടല്ല, എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന PS ബാനർജി പാടി പ്രശസ്തമാക്കിയ പാട്ടാണ്. PS ബാനർജി താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ. കാര്യം ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്താ അറിയോ, പഴയതുപോലെ എടുത്ത് പാടാൻ പറ്റുന്നില്ല. അവൻ ജിഷ്ണു അയ്യപ്പൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയ്യപ്പൻ ശാസ്താംകോട്ടയല്ല, അയ്യപ്പൻ മലനട. ഞാൻ ശാസ്താംകോട്ട എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്റെ പേരിലായതുകൊണ്ട്, ടീം എന്റെ പേരിലായതുകൊണ്ട് ശാസ്താംകോട്ട, നാടോടി ശാസ്താംകോട്ട എന്നറിയപ്പെടുകയാണ്. നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ് എന്നായിരുന്നു യഥാർത്ഥ പേര്. നാടോടി പെർഫോമിംഗ് ഗ്രൂപ്പ് എന്നായിരുന്നു. നാടോടി ശാസ്താംകോട്ട എന്ന് ഞങ്ങൾ അറിയപ്പെടുന്നു. കാരണം നാടോടി എന്നുള്ള പേരിടാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PS ബാനർജിയാണ്. കാരണം നാടോടി ആവും എന്നാ NODI എന്നേ ഉപയോഗിക്കാവും. ഐ ഒരിക്കലും കലാകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഐക്കകത്ത് ഒരു ഇന്റർനാഷണൽ ഉണ്ട്, ഇൻഡിജിനസ് ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ഇന്റർനാഷണൽ ഉണ്ട്. അത് കളയരുത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇൻഡിജീനസ് എന്ന് പറയുന്ന ഒരു ഇതാണ്, തദ്ദേശീയ ജനവിഭാഗത്തിന്റെ കലാകാരന്മാർ എന്നുള്ള ഒരു കൂട്ടായ്മ കൂടി കിടപ്പുണ്ടെന്നാണ്. തദ്ദേശീയ അതായത് ഈ ദേശക്കാർ ഏത് നാട്ടിൽ ചെന്നാലും ആ നാടിന്റെ തനതായിട്ടുള്ള ആൾക്കാർ, തദ്ദേശീയരായ ആൾക്കാരുടെ ഒരു കൂട്ടായ്മ എന്ന അർത്ഥത്തിലാണ് നാടോടി എന്നുള്ള പേര് പോലും. അതിനും കടപ്പെട്ടിരിക്കുന്ന PS ബാനർജിയോടാണ്. അപ്പം വിവിധ സ്റ്റേജുകളിലൂടെ ഒക്കെ അതെ സഞ്ചരിച്ചു. ഇപ്പൊ ഈ ഫെബ്രുവരിയിൽ ഞങ്ങൾക്കൊരു ഫെബ്രുവരി 9 പരിപാടി ഉണ്ട് പുന്നത്തണമെന്ന്. അത്യാവശ്യം പരിപാടികളായിട്ടൊക്കെ. അപ്പൊ ഇപ്പൊ എന്തൊക്കെ പരിപാടികൾ അവതരിപ്പിക്കാൻ പറ്റുന്നത് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കിടയിലും? നാടൻ പാട്ട് ഹോൾഡ് ചെയ്യാന്നുള്ളതല്ലേ, ഒരു തലയാളനായിട്ട് ഇങ്ങനെ നിൽക്കുക, അവരുടെ സഹായം കൊണ്ടൊക്കെ നിൽക്കുക എന്നുള്ളതാണ്. PS ബാനർജി കാര്യം ഈ പാട്ടെല്ലാം ഇപ്പൊ പഴയതുപോലെ പാടാൻ പറ്റാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ സ്റ്റേജ് മാനേജർ അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജർ എന്നുള്ള ഒരു ചുമതല കൂടി ജിഷ്ണു അയ്യപ്പന് കൊടുത്തിട്ട് അവന്റെ നേതൃത്വത്തിലാണ് പരിപാടി പോകുന്നത്. കാര്യം കലാകാരന്മാരല്ലയോ, നേരത്തെ നിന്നവർ പലരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ള ഒരവസ്ഥയുണ്ട്. ചിലരുടെ ശാരീരിക സൗന്ദര്യ പിണക്കങ്ങൾ, ചില ഈഗോ ക്ലാഷുകൾ, അങ്ങനെയൊക്കെ. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അതുകൊണ്ട് ഇപ്പം ഇനി ഈ ചികിത്സാ കാര്യങ്ങളൊക്കെ തുടർന്നാലേ നന്നായി കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും പഴയ ആരോഗ്യാവസ്ഥയിലേക്ക് എത്താനുള്ള പറ്റും. കാര്യം അതിനൊരു സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല എന്നുള്ള. അപ്പൊ അത് എന്തൊക്കെയാണ് അതിന് വേണ്ടത്? ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, എത്രയാണ് അതിന് വേണ്ടുന്ന തുക? ഫിസിയോതെറാപ്പി ചെയ്യാന്നുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരത്ത് തലപ്പേരിയാണ് മറന്നത്, സമത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അവര് വരുന്ന എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം പേയ്മെന്റിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പം ചികിത്സയുടെ എന്താവുമെന്ന് ചോദിച്ചപ്പോൾ അവര് ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം പ്രതീക്ഷ പോയി തിരക്കട്ടെ എന്നുള്ളൊരു കാരണം നിൽക്കണം. പിന്നെ എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ സമിതിക്ക് വേണ്ടിയിട്ട് എടുത്ത നാടോടി എന്ന് പറയുന്ന സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടായിരുന്നു. ആ സമിതിക്ക് വേണ്ടിയിട്ട് എടുത്ത വാഹനം അതിപ്പോൾ ഒരു 5.5 ലക്ഷം രൂപ വീണ്ടും ബാധ്യതയായി. പടാക്ക് മഹീന്ദ്ര ബാധ്യതയായി ഇത് വന്ന് കിടക്കുന്നു. അതിൽ കൊടിക്കുന്നിൽ സുരേഷ് MP അതിന് വേണ്ടിയിട്ടൊരു സങ്കടഹർജി കൊടിക്കുന്നിൽ സുരേഷിന്, അതായത് പ്രധാനമന്ത്രിക്ക് കൊടിക്കുന്നിൽ സുരേഷ് MP വഴി കൊടുത്തിട്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നിൽക്കുന്നത്, കുറച്ചുകൂടെ ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതായത് ഈ വാഹനത്തിന്റെ ലോണ് വീണ്ടും 5.5 ലക്ഷം രൂപ. കാര്യം കുറെ അടച്ച് നമ്മൾ ക്ലോസ് ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും പിന്നെ അത് കിടക്കുകയാണ്. അപ്പൊ അത് ഒഴിവാക്കി കിട്ടാൻ കൊടിക്കുന്നിൽ സുരേഷ് MP വഴി പ്രധാനമന്ത്രിക്കാണ് സങ്കടഹർജിയാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം എനിക്ക് വേണ്ടിയിട്ട് കേസ് പറഞ്ഞുകൊണ്ടിരുന്നത് വെടിവെച്ചാങ്കോലുകാരനായ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന എൻ്റെ തന്നെ ഒരു സുഹൃത്തായിരുന്നു ബാലു എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു കേസ് വാദിച്ചുകൊണ്ടിരുന്നത്. ബാലു അങ്ങ് മരിച്ചുപോയി. ഈ വസ്തു ഒരു 45 സെന്റ് വസ്തു മൂത്ത ഞങ്ങളുടെ പേരിൽ, അതായത് എന്റെ മൂത്ത മച്ചമ്പി എന്ന് പറയും, വിജയാംബിക എന്ന് പറയുന്ന എന്റെ മൂത്ത മച്ചമ്പിയുടെ പേരിലുള്ള 45 സെന്റ് വസ്തുവാണ് അതിന് നമ്മള് ഈട് വെച്ചിരുന്നത്. ആ വസ്തു ജപ്തിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ആയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള നിലവിൽ അവസ്ഥ ഒന്ന് ലെവലായി വരുമ്പോഴത്തേക്ക് വീണ്ടും അങ്ങ് താഴോട്ട് പോകും. അതാണ് ഒരവസ്ഥ. ഇപ്പം ഈ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഈ ഒരു സങ്കട അതിനുശേഷമുള്ള ഫീഡ്ബാക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെ എന്തായാലും അത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ശരി. ഇനിയിപ്പോ ഞാനിപ്പോ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തായാലും ഇതിപ്പോ ഒരു BJP അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മോദിജിയുടെ ഒരു ഭരണമാണല്ലോ ഇപ്പൊ ഇവിടെ. ഇപ്പം പ്രതീക്ഷയുടെ എൻ്റെ വൈഫിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തു കൂടിയായ ഒരു ഇവിടുത്തെ വാർഡ് മെമ്പർ സ്വാഭാവികമായിട്ടും ഒരു BJP അനുഭാവിയ ഒരു മോളാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർജി എന്ന് പോയി കാണണമെന്ന് അദ്ദേഹം വഴിയും കൂടി ഒരു എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ കാണിച്ചുകൊണ്ട് അതിന് ഒന്ന് ഒഴിവാക്കി തരാനുള്ള ഒരു ഇതുണ്ടാവണമെന്നൊക്കെ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ചേട്ടനൊരു കാര്യം ചെയ്തോട്ടെ, ആ വഴി സഞ്ചരിച്ചോട്ടെ. അപ്പൊ നമ്മളെ സഹായിക്കാൻ ഇപ്പം അദ്ദേഹം ബഹുമാനപ്പെട്ട MP കൊടിക്കുന്നിൽ സുരേഷ് വഴി പോയിട്ടുണ്ട്. ഒപ്പം ഈ പറഞ്ഞ മെമ്പർ വഴി, ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ വഴി ഒക്കെ കത്തുകൾ പോകട്ടെ. അപ്പം അതില് ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ വിവരിച്ചുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് കത്തെഴുതുന്നത്. അപ്പൊ അതിന്റെ ഒരു കോപ്പി എനിക്ക് തന്നെ തീർച്ചയായിട്ടും. എന്റെ പേര് രാമാനുജൻ കർത്ത എന്നാണ്. എന്റെ സ്ഥലം പള്ളിക്കലാണ്, അടൂരിനടുത്ത് പള്ളിക്കൽ. അപ്പൊ ഞാനും എന്റേതായ വഴിയിലൂടെ ഞാനും സഞ്ചരിക്കാം. ഞാനൊരു ഇങ്ങനെ ഒരു സേവന പ്രവർത്തന മേഖലകളിലൊക്കെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. പൊതുപ്രവർത്തകൻ എന്ന് ഭരണഘടനാ പദവിയില്ലെന്നേ ഉള്ളൂ, ഒരു ജനപ്രതിനിധിയോ അല്ലെങ്കിൽ അത്ര ഒരു പദവിയില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് പൊതുപ്രവർത്തകൻ എന്നാണ്. ഞാനൊരു പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് സ്വന്തമായി ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ പലപ്പോഴും നമ്മളോട് ഇങ്ങനെ പല സങ്കടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും കാണുകയോ കേൾക്കുകയോ ഇതുപോലെ പറയുകയോ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി എന്തെല്ലാം ചെയ്യാമോ അത്തരത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ അത്തരത്തിലുള്ള കത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു കോപ്പി എനിക്ക് കൂടി തന്നിട്ട് ഞാനും എന്റേതായ വഴിയിലൂടെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറഞ്ഞ രീതിയിൽ ഒരു മുകളിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്യാം. ഒപ്പം ഈ കലാകാരന്മാരുടെ അവരുടെ ഒരു പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ കണ്ട് മനസ്സിലാക്കി കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മുടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളിലുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല ഞങ്ങൾ ഈ ലേഖനിലേക്ക് പോകുന്ന ശരി. അപ്പം ഒരുപാട് അവാർഡുകൾ ആദരവുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആദരവുകളൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ കിട്ടിയിട്ടുണ്ട്. കേരള ഗവൺമെന്റ്. അപ്പം എല്ലാ തരത്തിലും നാടകം, നാടൻപാട്ട്, മറ്റ് കലാപരമായ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തി. ഇന്നത്തെ ഈ ഒരവസ്ഥ പരിതാപകരമായത് പ്രത്യേകിച്ചും ഒരുപക്ഷെ ഇത് കാണുന്ന ആൾക്കാരെ ഒരുപക്ഷെ സമീപിച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് അല്ല, പരമാവധി സമിതിക്ക് പ്രോഗ്രാമുകൾ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അല്ല, സമിതിക്ക് പ്രോഗ്രാമുകൾ കിട്ടുന്നതോടൊപ്പം ചേട്ടന്റെ ആരോഗ്യാവസ്ഥ കൂടി ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ ഇച്ചിരി ഊർജ്ജസ്വലനാവില്ലേ? പിന്നെ പരിപാടി കിട്ടുന്നതോടൊപ്പം തന്നെ ഊർജ്ജസ്വലമായ നമ്മുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചു വരണ്ടേ? അതായത് ഇന്നലകളുടെ തെറ്റുകളെ മനസ്സിലാക്കി നല്ല നാളുകളെ മുന്നിൽ കണ്ട് നമുക്ക് ഇന്നുകളെ രൂപപ്പെടുത്തണമല്ലോ.
അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാണുന്ന ആൾക്കാർ പോലും ഒരു പക്ഷേ സമീപിച്ചേക്കാം. അപ്പം കൂടുതൽ ഊർജ്ജസ്വലമായി ഈ മേഖലയിലേക്ക്, ഈ കലാമേഖലയിലേക്ക് സബരിയ അനസ്യൂതം തുടരട്ടെ. അപ്പം വേണ്ടത് ഈ പറയുന്ന ആൾക്കാര്, നമ്മുടെ MLA, 2 MLA-മാര്, നമ്മുടെ MP, പിന്നെ ഇത് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന സംഭവങ്ങള് ഒക്കെ അത് അതിൻ്റെതായ വഴിക്ക് പോകട്ടെ. അപ്പം കൊടുക്കുന്ന ഒരു കത്തിന്റെ കോപ്പി എനിക്ക് തന്നാല് തീർച്ചയായിട്ടും ഞാനും എന്റേതായ രീതിയിൽ ഞാനും ശ്രമിക്കാം. അപ്പം ചേട്ടന് ഈ ആരോഗ്യാവസ്ഥ ഒക്കെ മാറി പൂർവാധികം ഊർജ്ജസ്വലനായി, പൂർവാധികം ശക്തമായി കലാമേഖലയിലേക്ക് തിരികെ വരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും അനുഗ്രഹാശിസുകൾ നൽകുന്നു. ഇങ്ങോട്ട് വന്നിട്ടേ അതെ ഉള്ളത് തീർച്ചയായിട്ടും കൂട്ടിരുന്ന് പാടാനേ പറ്റുള്ളൂ. മതി. ഈ സാന്നിധ്യമാണല്ലോ ഏറ്റവും വലുത്. ഒരുപക്ഷെ ചേട്ടന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഇപ്പം പിന്നെ അവർക്കൊരു എനർജിയാവും. അല്ല, ബാലാജി അവിടെ ജോസാണ്ട് കോളേജിൽ നിന്ന് പാട്ട് പാടാൻ വരുമ്പോഴത്തേക്ക് ഈ സ്ത്രീജനങ്ങളുടെ കുറെ ആരാധികമാരുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ ഇങ്ങനെ പുള്ളി ഇങ്ങനെ കാണും. അപ്പൊ ഇവനെ പോയി തപ്പിയെടുത്തോണ്ടാണ് ഞങ്ങൾ പാട്ട് പഠിക്കുന്നത്. ഇയാൾക്ക് ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഇയാളും പാടുന്നുള്ളൂ. അപ്പൊ അതിന് ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുവണ്ണക്കാരനായ പ്രമോദ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, മിമിക്രിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ മിമിക്രി തൊണ്ട വെച്ച് ഇത് ചെയ്യുന്ന അവനും മിമിക്രിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഇതൊക്കെ കിട്ടിയതാണ്. അപ്പൊ അവനെ എന്ത് ചെയ്യുന്നറിയാം, അവന് ബാക്ക് ഡ്രോപ്പിന് എന്ത് ചെയ്യുന്നറിയാം, ഈ തുടി ഉടുക്ക് പോലുള്ള സാധനം ഉണ്ടല്ലോ, തൊണ്ട കൊണ്ട് ഇയാൾ തൊണ്ടാക്കി കൊടുക്കും. അപ്പൊ അന്നേരം ഇയാൾക്ക് പാടാനൊരു സന്തോഷമാണ്. ബാനർജിക്ക് പാടാനൊരു സന്തോഷം. അപ്പൊ ഇവരെ 2 പേരെയും കൂടെ കൊണ്ടുവിടുമ്പോ, കാര്യം കോളേജിൽ സ്വാഭാവികമായിട്ടും SFI, AS, KS എല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഈ കൂട്ടത്തില് ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് ഞങ്ങള് അന്ന് ഞാൻ SFI ആയിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, യവനെ അങ്ങ് തപ്പി പിടിച്ചിട്ട് ഇവരെ 2 പേരെയും കൂടെ കാക്കും. ഇവർ 2 പേരുടെ ആകുമ്പോഴത്തേക്ക് നിങ്ങളും ഇതുപോലെ ഇങ്ങനെ പാടാനുള്ള കഴിവുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വരണം, ഞങ്ങളോടൊപ്പം ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് SFIയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അങ്ങനെ സംഭവിച്ചത്. പിന്നെ അത് വേറെ വഴിയിലേക്ക് വരുന്നു. പിന്നെ തിരുവനന്തപുരം അവിടെ SFI ABPയുടെ ഒരാണെന്ന ഒരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ ചെരുപ്പിടാൻ നടക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരെണ്ണമുണ്ട്. അതിൻ്റെയൊക്കെ പേരൊക്കെ മറന്നുപോയി. അങ്ങനെ ഞങ്ങളെല്ലാവരുമായിട്ട് നല്ല കാരണം തൊട്ട് കോളേജിനോട് തൊട്ടടുത്ത് തന്നെ SC ഇതിന്റെ ഒരു ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റലുണ്ട്. ആ ഹോസ്റ്റലിലെ ഈ ഫുഡൊക്കെ ഇതുണ്ടല്ലോ, ബാലൻസ് വരുന്നൊക്കെ വെറുതെ എടുത്താൽ കളയത്തില്ല. പക്ഷെ ഞാനെന്ന് പറയാൻ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു വലിയ ബേസിനകത്തിട്ട് അവിടെ ഡൈനിങ് ഫുഡ് വെച്ചിരുന്നാൽ മതി. ഞങ്ങളൊരു 2-2:30 കഴിയുന്നേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് പേര് വരും, ഞങ്ങളെല്ലാവരും വരും. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നുള്ള എന്റേതായ കുറെ സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെ ഒന്നും എന്നിട്ട് SFI എന്നോ AS KS എന്നോ ഒന്നുമില്ല. എല്ലാവരുടെ ഒന്നിച്ചിരുന്നാ കഴിക്കുന്നു കലാകാരന്മാർക്കിടയിൽ രാഷ്ട്രീയം. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ശ്രമങ്ങളും നമുക്ക് നടത്താം. അപ്പൊ ഒരു പഴയ എന്താ പറയുന്നത്, ഇവിടെ പറഞ്ഞ നാടൻ പാട്ടിന്റെ കുലപതി പ്രകാശ് കുട്ടൻ, പഴയ പ്രകാശ് കുട്ടനായി പൂർവാധികം ശക്തമായി തിരിച്ചു വരും. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും ആശംസകളും. തീർച്ചയായിട്ടും. ഓക്കെ.